2025. പ്രിയമുള്ളവരെ, നമ്മുടെ മാനവ സമൂഹത്തെ എക്സ് ജനറേഷൻ, മില്ലേനിയസ്, ജെൻ സി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ജനറേഷനുകൾ തമ്മിൽ പല കാര്യങ്ങളിലും ഭീകരമായ അന്തരവും ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇവിടെ ജെൻ എക്സും ജെൻ സിയും തമ്മിലുള്ള ആ അന്തരം എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? പ്രവാസി ജേക്കബിന്റെ വീട്ടിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ എന്റെ ബെറ്റി, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, നീ വന്നേ പറ്റൂ. എന്റെ ബെറ്റിക്കുട്ടി, നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല. നിനക്കെന്നാ ഇത്ര വാശി? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ എന്റെ ഇച്ഛായന് ദുബായിന്ന് വരുവാന്ന്. ആണോ? നമ്മുടെ ഇച്ഛായം വരുവാണോ? ഞാനതങ്ങ് മറന്നു. നമ്മുടെ ഇച്ഛായനല്ല, എന്റെ ഇച്ഛായൻ. ഓ, അത് തന്നെ. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ ക്ലാരേ. ഞാനേ വൈകിട്ട് അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരാന്നോ? വേണ്ട വേണ്ട, ഇച്ഛായൻ വന്ന ഉടനെ ഞങ്ങൾ കറങ്ങാനായിട്ട് മൂന്നാർ പോകും. നീ ഒരു 10 ദിവസം, അല്ലെങ്കിൽ വേണ്ട 1 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ വെക്കുവാണേ. അയ്യടാ, ഇച്ഛായൻ കൊണ്ടുവരുന്ന സ്പ്രേയും അണ്ടിപ്പരിപ്പും നിക്കേഴ്സും ഒക്കെ കൊണ്ടുപോകാൻ വരുവാ. ശല്യങ്ങള്. ഷോ, തുടക്കത്തിലെ കളിപ്പാണല്ലോ, വരണ്ടായിരുന്നു. അല്ല, ഇതാര് കൊച്ചനോ? എന്നാ തിരികെ പോന്നേ? ഒരു വെഞ്ചരിപ്പുണ്ടായിരുന്നു, ഇപ്പോഴാ ഓർത്തെ. മത്തായി ഇവിടെ ഇല്ലേ? അവൻ കടയിൽ പോയതാ അച്ചോ. എന്നാ കാര്യം? അവനെ ഒരു കാര്യമേറ്റിട്ട് മുങ്ങി നടക്കുക. എന്നാ കാര്യം അച്ചോ? അച്ഛൻ ഗിറ് നിർത്തിയിട്ട് കാര്യം എന്നാന്ന് പറ. ആ റീൽ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇതുവരെ തന്നില്ല. അച്ഛൻ എന്നാത്തിനാ റീല്? വൈറലാവാൻ. പിന്നെ എന്റെ സുവിശേഷത്തിന് ആള് കൂടുമല്ലോ. വരുന്ന ആളുകൾ പോകാതിരിക്കാൻ ഞാനൊരു വഴി പറയട്ടെ അച്ചോ. എന്നതാ? അച്ഛൻ പ്രസംഗിക്കാതിരുന്നാ മതി. കർത്താവേ, കോളാമ്പി മാപ്പിള. ഞാൻ പോട്ടെ ക്ലാരെ. അയ്യോ, ഇങ്ങോട്ട് വരണ്ട, ഞാനത് അങ്ങോട്ട് തന്നേക്കാം. പിന്നെ ഫാദർ ഫെഡറിക് സ്ഥലത്തുണ്ടോ അച്ചോ? ഛേ, അപ്പച്ചൻ എന്നാ പരിപാടിയായി കാണിച്ചേ? എന്റെ തിരുവസ്ത്രം പാർട്ടി കൊടി പോലെ ആക്കിയല്ലോ. സോറി അച്ചോ. ഞാൻ പോവാ. ഇയാളുടെ മുമ്പിൽ ഇനി വരുമ്പോ റെയിൻകോട്ടും ഹെൽമെറ്റും വെച്ചേ ഞാൻ വരൂ. എടി ക്ലാരെ. എന്നാ അപ്പച്ച? എടി, ജേക്കബ് എത്ര മണിക്കുള്ള ഫ്ലൈറ്റിലാ വരുന്നേ? ഓ, അവിടെ മുഴുവൻ തുപ്പി വൃത്തിയേടാക്കി. അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വായിൽ മുറുക്കാനും വെച്ചിട്ട് ഫ്ലൈറ്റ് എന്ന് പറയരുതെന്ന്? പിന്നെ ഫ്ലൈറ്റ് എന്നല്ലത് ഓട്ടോറിക്ഷ എന്ന് പറയാൻ പറ്റുമോ? ആരാടി അത്? ആ മീൻകാരനായിരിക്കും. എടി, അത് മീൻകാരനല്ല, നിന്റെ മോനാ. ഒന്ന് നിർത്തണ നിന്റെ കൊലവിളി. Mamichi, this is not Kolavali, this is rap. കോപ്പ്. Skibidi Mamichi, skibidi. മത്തായി, സ്റ്റോപ്പ്. ഇങ്ങനെ വായിൽ കൊള്ളാത്ത വാക്കൊന്നും പറയരുത് കേട്ടോ. ഇന്ന് നിന്റെ പപ്പ വരുന്ന ദിവസമല്ലേ, നീ ഒന്ന് പോയി കുളിച്ചിട്ട് വാ മോനെ. What? ഞാൻ കുളിക്കാണോ? It's too much Mamichi, too much. പൊന്നു മോനെ മത്തായി, നീ കുളിച്ചില്ലെങ്കില് നമ്മുടെ 3G ആയി പോവടാ. But I can't, Grandpa, I can't. വയ്യടാ. Grandpa, ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ എന്റെ ഹെയറിന്റെ സിറ്റിംഗ് പോവും. ഇതാണോ ഹെയർ സിറ്റിംഗ്? ഇത് കാണുമ്പോഴേ എനിക്ക് തേനീച്ച കൂടാ ഓർമ്മ വരുന്നേ. ഒന്ന് പോ ഗ്രാൻപാ. മത്തായി, മമ്മ പറയുന്ന നീ കേക്കില്ലേടാ? ഓ, എന്നിങ്ങനെ ലോക്കലായിട്ട് മത്തായ എന്ന് വിളിക്കല്ലേ അമ്മ. Call me Matty. മട്ടിയോ? മീനുള്ളടാ ചെറുക്ക. അത് മാറ്റി, ഞാൻ മാറ്റി. ബൈ ബൈ. ഓ, ഇവൻ ഇച്ചാന്റെ എന്നെ കേൾപ്പിക്കും. ഹലോ ഗൈസ്, ഇതാണ് എന്റെ വീടിന്റെ ഹാൾ. സി, ഇത് എത്ര വലുതാണ്.
Such a wow, guys. Such a wow. എന്താടി ഇവൾ ആദ്യമായിട്ടാണോടി ഈ വീടിന്റെ ഹാള് കാണുന്നത്? ആർക്കറിയാ അപ്പച്ച. റോസ ഫോൺ ഒന്ന് ഓഫ് ആക്കിക്കേ. Oh, disturb ചെയ്യില്ലേ മമ്മ. ഞാൻ യൂട്യൂബിൽ ഇടാനുള്ള ഹോം ടൂർ എടുക്കുക. ഇത് കണ്ടിട്ട് വേണം കള്ളന്മാര് വീട്ടിലേക്ക് ടൂറ് വരാൻ. ഹോ, ഒരു ഫ്രീഡമോ ഇല്ലാത്ത വീട്. ഞാൻ പോന്നു. എങ്ങോട്ടാ? പള്ളിയിലോട്ടാണോ? നോ മാമ, ഇന്ന് ടിറ്റുന്റെ മുതുകത്ത് ടാറ്റു ചെയ്യുക. ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ കരയും. ടിറ്റുവോ? അതാരാ? എന്റെ ബെസ്റ്റി. എടി മോളെ, പപ്പ ഇപ്പൊ വരും. പപ്പ വന്നോട്ടെ. ഫസ്റ്റ് ബെസ്റ്റി, പിന്നെ പപ്പ. ബൈ മോംസ്. ബെസ്റ്റ്. ഈ പിള്ളേരുടെ ഒരു കാര്യം. എടി ക്ലാരേ, ഞാനിങ്ങ് വന്നേ. ഏ, ബെറ്റിയോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വരണ്ടാന്ന്. ഓ, അത് സാരില്ല. നമ്മുടെ ഇച്ചാനെ ഒന്ന് കണ്ടിട്ട് പോവാലോ, അതാ ഞാൻ വന്നത്. അപ്പച്ചോ, എന്നാ ഉണ്ട് വിശേഷം? ബെറ്റിക്കൊച്ചേ, നീ എന്തിനാ അപ്പച്ചോ എന്ന് വിളിക്കുന്നത്? ഞാൻ പിന്നെ അപ്പച്ചനെ എന്തോന്ന് വിളിക്കണം? നീ എന്നെ ബഡ്ഡി എന്ന് വിളിച്ചോ? ബണ്ടിയോ? അതെന്തൂട്ടാ? ബണ്ടിയല്ലടി, ബഡ്ഡി. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാലേ ഞാൻ ഇനി അപ്പച്ചനെ ബണ്ടി അപ്പച്ചാന്ന് വിളിക്കാം, പോരെ? എന്നാ നിങ്ങൾ അകത്തോട്ട് ചെല്ല്. ഈ കലങ്ങിയ കാലത്ത് പിടിച്ചു നിൽക്കാൻ നല്ല പാടാ. ജേക്കപ്പ് വന്നെന്ന് തോന്നുന്നു. ജേക്കപ്പ് ആണോടാ? അപ്പച്ചോ, ഞാനിങ്ങ എത്തി. മോനെ, നിനക്ക് ഫ്ലൈറ്റ് ഒക്കെ കിട്ടിയ സമയത്ത് കിട്ടിയോടാ മോനെ? കിട്ടി അപ്പച്ചാ, കിട്ടി. കറക്റ്റിന് കിട്ടി. ഇച്ചായ, ക്ലാരെ, നിനക്ക് സുഖമല്ലേ? സുഖം. എടാ, നിന്റെ പെട്ടിയൊക്കെ എന്തിയടാ? ഓ, അതൊക്കെ വന്നോളും. അപ്പച്ചൻ തൽക്കാലം ഇതും കൊണ്ട് ചെല്ല്. എടാ, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടോടാ? ഓ, എല്ലാം ഉണ്ട് അപ്പച്ചാ. ആ, അത് മതി. നീ ഇനി ടൈറ്റാനിക് കളിച്ചോ. അതിരിക്കട്ടെ ക്ലാരെ. ഏതിരിക്കട്ടെ? അതല്ല, ഏതല്ലെന്ന്? എന്റെ പൊന്നോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ, പൊന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് ഇച്ചായൻ കൊണ്ടുവന്നോ? ഞാനത് മറക്കോ? സിമന്റ് ചാക്കിന്റെ വലിപ്പമുള്ള 2 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോന്ന്? ബിസ്ക്കറ്റ്. ലുലുവിലെ ഓഫർ വന്നപ്പോ വാങ്ങിയതാ. ഒരു ചാക്കേ ക്രീം വച്ചതാ, അറിയോ? ഓ, ഇങ്ങനെ ഒരു തോല് മനുഷ്യൻ. ഞാൻ പറഞ്ഞത് ക്രീം ബിസ്ക്കറ്റ് അല്ല മനുഷ്യ, സ്വർണ്ണ ബിസ്ക്കറ്റാ. ഞാനുള്ളപ്പോ നിനക്ക് എന്തിനാടി വേറെ സ്വർണം? അയ്യടാ, നിങ്ങളെ എടുത്ത് കഴുത്തിലും കാലും കെട്ടി തൂക്കാൻ പറ്റുമോ? അയ്യടി, അവളുടെ ഒരു തമാശ. നമ്മുടെ മക്കൾ എന്തിയടി? മോനകത്തുണ്ട്. മോള് പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. പിന്നെ നിനക്ക് സുഖല്ലേ? Hey Popsy, how are you? You look so fatty. ഇതൊക്കെ കുറച്ചോടെ. ഏതാടി ഈ വൈക്കോൽ കെട്ട് തലയെ വെച്ചവൻ? ഇതാണ് നമ്മുടെ മോൻ. ഇവനും? യാ പോപ്സി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാം. വാട്ട്സ് ഇവൻ എന്നാക്കിയാടി ഈ പറയുന്നേ? JK പോപ്സി, JK. മോനെ മത്തായി, നീ ഇങ്ങനൊന്നും നടക്കേണ്ട ആളല്ല. നിനക്കറിയോ, കുഞ്ഞുങ്ങളില്ലാതിരുന്ന നമ്മൾക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ മോനാ നീ. ഹോളി ക്രാപ്പ് പോപ്സി, ഇതാ നീ തന്ത വൈബിന്റെ കുഴപ്പം. ഒരു IVF ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയായിരുന്നു. നിങ്ങളൊന്നും ഒട്ടും അപ്ഡേറ്റഡ് അല്ല. മത്തായി, പപ്പയോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവൻ സംസാരിക്കട്ടടി. ഒരപ്പന്റെ വിഷമം അവൻ അപ്പനാകുമ്പോ മനസ്സിലായിക്കോളും. നോ വേ പോപ്സി, ഞാൻ കല്യാണം കഴിക്കാനേ പോകുന്നില്ല. അതെന്താ? ഐ എം എ സിഗ്മ മെയിൽ, എ ലോൺ വുൾഫ്. എടി ക്ലാരെ, എന്താടി ഇവൻ ഇങ്ങനെ? ഇതാണ് ഇച്ചായ ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ്. ഹായ് പപ്പ. പപ്പ എപ്പോ എത്തി? വന്നതേ ഉള്ളു മോളെ. നിനക്കെങ്കിലും എന്നെ പപ്പാന്ന് വിളിക്കാൻ തോന്നിയല്ലോ, സന്തോഷമായി. അല്ല മോളെ, ഇതാരാ? ഇതെന്റെ ബെസ്റ്റി ആണു പപ്പ. മൈ പൂക്കി ടിറ്റു. ഹലോ അങ്കിൾ, ഞാൻ റോസിന്റെ ബെസ്റ്റി. ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻഷിപ്പിലാണ്. അത് മിക്കവാറും റിലേഷൻഷിപ്പിലാകും.
നമ്മുടെ ബെഞ്ചിങ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു അല്ലേ ഹണി? ഒന്ന് പോറ്റിട്ടു. അതൊക്കെ ഡേറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പറയാം. അതുവരെ നീ എന്റെ പൂക്കിയ. ഓക്കെ ഹണി, ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ അങ്കിൾ നമ്മൾ അകത്തോട്ട് ചെല്ലട്ടെ? അല്ല, നീ എന്തിനാ ഇപ്പൊ അകത്തോട്ട് പോന്നേ? നമുക്ക് പുതിയ ഡാൻസ് റീൽ ചെയ്യാനുണ്ട് പാപ്പ. കം ടിറ്റു. അങ്കിൾ തന്ത വൈബ് മാറ്റി നമ്മളിപ്പോൾ ജൻസി ആകൂ. എന്റെ ക്ലാരേ, എന്തൊക്കെയാടി ഇവിടെ ഈ നടക്കുന്നേ? ആ ഇവിടുത്തെ പിള്ളേരൊക്കെ ഇപ്പൊ വേറെ ലെവലയച്ചായാ. അളിയ ജേക്കപ്പേ, ഷിബുവേ, എന്നാ ഉണ്ടാ? എത്ര നാളായി അളിയ നിന്നെ കണ്ടിട്ട്. പിന്നെ നിന്റെ ദുബൈയിലുള്ള ഷെയ്ക്കിനൊക്കെ സുഖം തന്നെ? സുഖം തന്നെടാ. എന്തു പറ്റി അളിയ മുഖത്തൊരു വാട്ടം? എന്തു പറയാനാടാ, ഒന്നും മനസ്സിലാവുന്നില്ല. പിള്ളേരൊക്കെ എന്തൊക്കെയായി പറയുന്നേ. എന്റെ മോൻ എന്റെ മുഖത്ത് നോക്കി എന്നെ തന്ത വൈബാണെന്ന് വിളിച്ചു. മോള് ഏതോ ഒരു കാട്ടുമാക്കാന് പൂക്കിയാണെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേക്കുന്നു. ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയുമുള്ള നമ്മുടെ കേരളം എപ്പോഴാടാ ഷിബുവെ ഇങ്ങനെ മാറിയത്? എന്റെ അളിയ, ഇത് കേരളത്തിന്റെ കുഴപ്പമല്ല, ഇപ്പോഴത്തെ ജനറേഷന്റെ ചേഞ്ചസ് ആണ്. അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ദേ എന്റെ മോൻ 24 മണിക്കൂറും ഗെയിം കളിയാ. അവനോട് എന്തേലും കാര്യം ചോദിച്ചാൽ മറുപടി പറയുന്നത് കൊറിയൻ ഭാഷയില. കൊറിയൻ ഭാഷയിലോ? അതെങ്ങനെ? ആ, ഇന്റർനെറ്റ് കയ്യിലിരിക്കുമ്പോൾ ഏത് ഭാഷയാ പറയാൻ പറ്റാത്തത്? നീ അതൊക്കെ വിട്. ഇല്ലെങ്കിൽ അവർക്കൊത്തു മാറ്, അതേ വഴിയുള്ളൂ. ആ, നോക്കാം. മമ്മച്ചി, മമ്മച്ചി, എന്റെ ബേബി എവിടെ? ബേബിയോ? ഏത് ബേബി? എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ. ആ എനിക്കെങ്ങനെ അറിയാം? അമ്മേ, എന്റെ സെൽഫി സ്റ്റിക്ക് എവിടെ? എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാനുള്ളതാ. നിങ്ങൾ എന്തൊക്കെ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? ക്ലാരമേ, ക്ലാരമേ, എന്നാ ശിവചായ? നമ്മുടെ ജേക്കബിന് ഇതെന്നാ പറ്റിയേ? അയ്യോ, എന്ത് പറ്റി? അവന്റെ ഒരുമാതിരി കോമാളി വേഷത്തിൽ ഉച്ചത്തിൽ പാട്ടുവിട്ട് ബൈക്കിൽ ഒരു പെണ്ണിനെയും കൊണ്ട് കറങ്ങി നടക്കുന്നു. ഓ മൈ സ്പീക്കർ. എന്റെ ഈശോയെ, എന്റെ ഇച്ഛാനിത് എന്നാ പറ്റി? എന്നിട്ട് ആളെവിടെ? ഹായ് ഗൈസ്, വാട്ട്സ് അപ്പ്? കം ഓൺ, എൻജോയ് ദ വൈബ്സ് ബേബീസ്. ഇവരൊക്കെ ആരാ? These all my country family. Is it? ജെ കണ്ടാൽ ഫാമിലി ഉണ്ടെന്ന് പറയേയില്ല. Yeah baby, I'm a Santur daddy, you know. പപ്പ, ഇതാരാ? ഇതാരാ? അതാ ഞാനും ചോദിച്ചത്, ഇത് ആരാന്ന്. അതാ ഞാനും പറഞ്ഞത്, ഇത് താര, എന്റെ ബെസ്റ്റി. താരയും ഞാനും തമ്മിൽ ഇന്നലെ വരെ ടെക്സ്റ്റേഷൻഷിപ്പിൽ ആയിരുന്നു. Who knows what will happen tomorrow, right baby? Yeah baby. പപ്പ, this is too much. അമ്മ ഉള്ളപ്പം വേറെ റിലേഷൻ ഉണ്ടാക്കാൻ പപ്പയ്ക്ക് നാണമില്ലേ? Oh come on baby, ഇതൊക്കെ ഒരു വൈബല്ലേ. പിന്നെ ഇന്ന് ഈവനിങ് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മാറിത്തരണം. മാറി തരാനോ? എന്തിന്? ഇന്ന് എന്റെ ബെസ്റ്റിയുമായി എനിക്കൊരു ഡിസ്കോ പാർട്ടി ഉണ്ട് വിത്ത് ഷാംപെയിൻ റെയിൻ. അല്ലേ സ്വീറ്റി? Yes ജെ. ഇവരെന്തിനാ പപ്പയെ ജെ എന്ന് വിളിക്കുന്നേ? It's my nickname, sweetheart. പപ്പ, ഇതൊന്നും വേണ്ട പപ്പ. നമുക്ക് നമ്മുടെ പഴയ പപ്പ ഇഷ്ടം. യെസ് പപ്പ, പ്ലീസ് ഇവരെ പറഞ്ഞു വിടൂ. ഇവിടെ നമ്മൾ മാത്രം മതി. മതി? മതി. മക്കളെ, ഞാൻ കുറച്ചൊന്ന് മാറിയപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലേ? അതുപോലെ തന്നെയാ നിങ്ങളുടെ മാറ്റം കണ്ടപ്പോ എനിക്കുമുണ്ടായത്. അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ട് ഹരിതാപവും ഊഷ്മളതയും പ്രതീക്ഷിച്ച് നിങ്ങളെയൊക്കെ കാണാൻ വന്ന എന്നെ തന്ത വൈബെന്നും പറഞ്ഞ് നിങ്ങൾ കളിയാക്കി. അതിന് ഞങ്ങൾ ഒപ്പിച്ച ഒരു പണിയായത്. നിങ്ങൾ പേടിക്കണ്ട, അല്ലേ താരെ? അതെ. പിന്നെ ഞാൻ ഇവന്റെ ക്ലാസ്മേറ്റാ. ഇവൻ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാൻ വേഷം കെട്ടി വന്നേ ഉള്ളൂ. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാനൊന്നും മിണ്ടാതെ നിന്നേ. മക്കളെ, നിങ്ങളുടെ പപ്പ മാറിയിട്ടൊന്നുമില്ല. ഇവൻ പഴയ ജേക്കബ് തന്നെയാണ്. ദേ, നമ്മൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരല്ല. പക്ഷേ നമ്മുടെ ജനറേഷനെ വെറുതെ തന്ത വൈബെന്ന് വിളിച്ച് പുച്ഛിക്കരുത്, അല്ലേ എളിയ? Call me Jay, bro. Hi folks, may I?
Hi, amigos, what's up? അപ്പച്ചോ ഇത് എന്താ കോളമാ? This is not a column, baby. This is my trend. And Betty is my bouquet. അപ്പൻ എന്തിനാപ്പാ ഈ ട്രെൻഡ് പിടിച്ച്? എടാ, നിന്റെ മകൻ തന്നെ നിന്നെ തന്ത വൈബെന്ന് പറയുമ്പോൾ നിന്റെ തന്തയായ എന്നെ എന്തു പറയണം? അത് പറയിക്കാതിരിക്കാനാ ഈ വൈബ്. കാലമേതായാലും നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം. ഇല്ലെങ്കില് ഒതുങ്ങിക്കൂടി മൂലക്കിരിക്കേണ്ടി വരും. അതിനെന്നെ കിട്ടത്തില്ല മക്കളെ. ഈ മൂട്